എന്തൊക്കെയാണ് BE6-ന്റെ പുതിയ വേരിയൻസ്? 11.25 ലക്ഷത്തിന് BE6 കിട്ടുമോ? എന്താണ് ബാസ് ആക്ച്വലി ചീപ്പറാണോ? ഏതാണ് നിങ്ങൾ വാങ്ങേണ്ടത്? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് മഹീന്ദ്ര BE6-ന്റെ സ്പോർടെക് എന്നൊരു വേരിയന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പോർടെക്കിൽ തന്നെ കുറേ വേരിയൻസ് ഉണ്ട്. സ്പോർടെക് 1, 2, 3, 3+, 4 ലോഞ്ച് എഡീഷൻ, പിന്നെ FE എന്ന് വെച്ചാൽ ഫോർമുല ഇ ഫ്രീഡം എഡീഷൻ. അതിൽ കുറച്ച് കോസ്മെറ്റിക് അപ്ഗ്രേഡ്സ് ആണ് ഉള്ളത്. 3 ചോയ്സ് ഓഫ് ബാറ്ററിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 1-ലും 2-ലും 59 kWh ബാറ്ററിയും, പിന്നെ 3-ൽ 70 kWh ബാറ്ററിയും, പിന്നെ അങ്ങോട്ടുള്ളതിലൊക്കെ 70-യും 79-ഉം അവൈലബിൾ ആണ്. പിന്നെ സ്പോർടെക് വേരിയൻസിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 3 4 ആൻഡ് എബോവ് ഉള്ള വേരിയൻസിൽ 3 സ്ക്രീൻ കോക്പിറ്റ് ആണ് വരുന്നത്. അതായത് 3 സ്ക്രീൻ, പാസഞ്ചറിലും നടുവിലും പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ അവിടെയും ആയിട്ട് 3 സ്ക്രീൻ കോക്പിറ്റ് ആണ് വരുന്നത്. അതെല്ലാം ജെമിനായി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് AI-യുടെ സഹായത്തിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതിൽ ഡെഡിക്കേറ്റഡ് കസ്റ്റം മോഡ്സുകളുണ്ട്. പിന്നെ ഡ്രൈവേഴ്സിന് വേണ്ടി നമുക്ക് ഓരോ കസ്റ്റം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ വേറെ കുറേ കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ BE6-ൽ വന്ന മാറ്റങ്ങൾ. പിന്നെ മഹീന്ദ്ര ബാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാസ് എന്ന് വെച്ചാൽ ബാറ്ററി ആസ് എ സർവീസ്. എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കലി നമ്മൾ ആ ബാറ്ററി റെൻറ്റിന് എടുക്കണത് പോലെ, അതായത് നമ്മൾ വണ്ടിൻ്റെ വില മാത്രം കൊടുക്കുക, ബാറ്ററി സെപ്പറേറ്റ് റെൻറ്റിന് എടുക്കുക, നമ്മുടെ യൂസിനനുസരിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കുക. ആ യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹീന്ദ്ര ഇപ്പോൾ പറയുന്നത് 3.75 rupees per kilometer. നമ്മൾ എത്ര 1 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ 3.75 ബാറ്ററിക്ക് റെൻറ്റ് കയറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ബേസ് വേർഷൻ്റെ സ്പോർടെക് വേരിയൻറ്റിൻ്റെ ബേസ് വേർഷൻ അതായത് 19.45 ആണ് എക്സ് ഷോറൂം റേറ്റ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ബാസ് വെച്ചെടുക്കുകയാണെങ്കിൽ 11.45 കൊടുത്താൽ മതി. അതായത് 8 ലക്ഷം കുറഞ്ഞ് കിട്ടും. ബാറ്ററിൻ്റെ പൈസ കൊടുക്കണ്ട, വണ്ടിൻ്റെ പൈസ മാത്രം കൊടുത്തിട്ട് ബാറ്ററിൻ്റെ പൈസ നമ്മൾ ഓടിക്കുന്ന കിലോമീറ്ററിന് അനുസരിച്ചിട്ട് ഈ 1 കിലോമീറ്ററിന് 3.75 വെച്ചിട്ട് കൊടുക്കണം. അതാണ് ബാസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് 19.45 കൊടുക്കാണ്ട് തന്നെ നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു BE6 11.45 lakhsന് ഓൺ ചെയ്യാൻ പറ്റും. ബാസ് ഒരു EMI സ്കീം പോലെയാണ് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ ഫൈനാൻസസ് ആണ്. അതിന് ബജാജ് ഉണ്ട്, ഹീറോ, കോപ്പ് ഉണ്ട്, അങ്ങനെ 2-3 ഉണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് നമ്മളെ ഓടിച്ച കിലോമീറ്റർ എത്രയെന്ന് അറിയാമെന്ന് വെച്ചാൽ വണ്ടിൻ്റെ ഇത് കണക്റ്റഡ് ആണ്. നമ്മൾ എത്ര കിലോമീറ്റർ ഓടിച്ചോ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ മോണിറ്ററിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് മാസം ബില്ല് വരും. നമ്മൾ ഒരു മാസം ഇത്ര കിലോമീറ്റർ ഓടിക്കുമ്പോൾ ആ ഇൻറ്റു 3.75 എന്നുള്ള ബില്ല് മന്ത്ലി വരും. അങ്ങനെയാണ് നമ്മളിത് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത് അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ക്ലോസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് ബാറ്ററി മാത്രമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഈ അടവിൽ എന്തെങ്കിലും മുടക്കം വരുത്തിയെന്ന് വെച്ചാൽ അവർക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഇത് 2 ഓപ്ഷനായിട്ട് വാങ്ങിക്കാം. ഒന്നല്ലെങ്കിൽ ബോർഡിൻ്റെ പ്രൈസ് മാത്രം 11.45 കൊടുത്തിട്ട് ബാക്കി ഈ ബാറ്ററി റെൻറ്റിന് എടുക്കുന്ന പോലെ എടുത്തിട്ട് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഫുൾ ക്യാഷ് 19.45 അപ്പ് ഫ്രണ്ട് കൊടുത്തിട്ട് വണ്ടി സ്വന്തമായിട്ട് നമുക്ക് മൊത്തമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ലാഭകരം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ 19.45 ആണ് വണ്ടിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ബാസ് ഇട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 11.45, അതായത് 8 ലക്ഷം രൂപയാണ് കുറയുന്നത്. അപ്പോൾ 8 ലക്ഷം രൂപയിൽ 3.75 per kilometer ആണെങ്കിൽ 8 lakh divided by 3.75, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2,13,333 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ 2,13,333 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബ്രേക്ക് ഈവൺ ആവുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ദിവസം 60 കിലോമീറ്റർ വെച്ചിട്ട് ആവറേജ് ഓടിക്കണ ആളാണെങ്കിൽ 60 × 365, അതായത് 21,900 കിലോമീറ്റർ ഒരു വർഷം. അപ്പോൾ അതിന് 3.75 ആണ് 1 കിലോമീറ്ററിന് ചാർജ് വരുന്നത് റെൻറ്റിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21,900 × 3.75 എന്ന് പറയുകയാണെങ്കിൽ 82,125 രൂപയാണ് വർഷം വരുന്നത്. അപ്പോൾ നമ്മൾ 8 വർഷം വണ്ടി ഓടിക്കുകയാണെങ്കിൽ 82,125
125 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 6.57 ലാക്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത 11.45 പ്ലസ് 6.57 എന്ന് പറയുമ്പോൾ 18 ലാക്സ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റിൽ നമ്മൾ വണ്ടി ആദ്യം മൊത്തം പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ആവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 19.45 ലാക്സ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ബാസ് എടുത്തിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇത്രയും കിലോമീറ്റർ 8 വർഷത്തിൽ ഓടിക്കുകയാണെങ്കിൽ തന്നെ 18 ലക്ഷം വരുന്നത്. അതായത് നമുക്ക് 1.45 ലാക്സിൻ്റെ അടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഉപയോഗം ഒരു ദിവസം എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എത്ര വർഷം കഴിയുമ്പോൾ ബ്രേക്ക് ഈവൺ ആവുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാസ് വേണോ അതോ ഫുൾ പൈസ കൊടുത്ത് വണ്ടി വാങ്ങിക്കണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. 60 കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കുന്ന ഒരാൾക്ക് 8 വർഷം കൊണ്ട് 1.25 ലക്ഷം കിലോമീറ്ററാണ് വരിക. അപ്പോൾ മഹീന്ദ്ര പറയുന്ന പോലെ 8 ഇയർ യൂസേജ് സിനാരിയോയിൽ ബാസ് ഒരു ചീപ്പർ ഓപ്ഷൻ തന്നെയായിരിക്കും അങ്ങനെയുള്ളവർക്ക്. ഈ 19.45 ലാക്സ് എന്ന് പറഞ്ഞത് എക്സ് ഷോറൂം പ്രൈസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ തന്നെ പോയിട്ട് ഓൺ റോഡ് പ്രൈസും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും.